സ്റ്റുഡൻസ്, ലേഹോർലയുടെ ടേക്ക് ഓഫ് സീന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യനാണ് ലാൻഡിങ് ഓഫ് ലേഹോർല ഇൻ ദ വ്യൂ പോയിൻ്റ് ഓഫ് എ ബെൽജിയൻ ഫാമർ. നമുക്കറിയാം ബെൽജിയത്തിലാണ് ലേഹോർല ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഫാമറുടെ വ്യൂ പോയിൻറ്റിൽ അതിൻ്റെ ഒരു ലാൻഡിങ് അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അതാണ് ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത്. ആസ് യൂഷ്വൽ ഐ വാസ് ഇൻ മൈ ഫീൽഡ്. പതിവ് പോലെ ഞാൻ എൻ്റെ കൃഷിയിടത്തായിരുന്നു. ഐ വാസ് അലേർട്ട്. പെട്ടെന്ന് ഞാൻ അലേർട്ടായി, ശ്രദ്ധിച്ചു. ആൻഡ് ഹിയർഡ് എ സ്വിഷ് ആൻഡ് എ സൗണ്ട് ഓഫ് സംതിങ്. എന്തോ ഒരു വീശുന്നത് പോലെയുള്ള, ഒരു കാറ്റ് വീശുന്ന പോലെ സൗണ്ട് എനിക്ക് ഫീൽ ചെയ്തു. ഐ സോ ദ ഷാഡോ ഓഫ് എ ബോൾ ഇൻ ദി ഗ്രൗണ്ട്. പെട്ടെന്ന് ഞാൻ താഴേക്ക് നോക്കിയപ്പോൾ ഒരു ബോളിൻ്റെ നിഴൽ ഞാൻ കാണുകയാണ്. സഡൻലി ബോൾ വാസ് മൂവിങ് ഫാസ്റ്റ്, അപ്പിയറിങ് ബിഗർ. ലെസ്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ആ ബോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടും കുറേ കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂടി വരുന്നതായിട്ടും എനിക്ക് തോന്നി. ബട്ട് വൺ തിങ് കോട്ട് മൈ അറ്റൻഷൻ. പെട്ടെന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. ദ വർ പീപ്പിൾ സൗണ്ട് ഓഫ് ദ മർമർ ഇൻ ദി സ്കൈ. ജനങ്ങളുടെ ഈ മർമറിങ് സൗണ്ട്, ആരോ ഇങ്ങനെ പിറുപിറുക്കുന്നത് പോലെ എനിക്ക് തോന്നി മുകളിൽ നിന്ന്. ഇൻ ദി സ്കൈ. ഐ ലുക്ക്ഡ് അപ്പ്. ഞാൻ എന്ത് ചെയ്തു, ഐ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ടു മൈ സർപ്രൈസ്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? എ ഹോട്ട് എയർ ബലൂൺ വിത്ത് ട്രാവലേഴ്സ് ഇൻ ഇറ്റ്. ഒരു ഹോട്ട് എയർ ബലൂണും അതിൽ താഴെയായിട്ട് ഒരു വുഡൻ ബാസ്ക്കറ്റ് ഉണ്ട്, അതിൽ കുറച്ച് ആൾക്കാരും ഞാൻ കണ്ടു. വിത്ത് ട്രാവലേഴ്സ് ഇൻ ഇറ്റ്. സഡൻലി ദി എയർ വാസ് ലെറ്റ് ലൂസ്. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ അത് താന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. ലൂസ് ഫാസ്റ്റ് ആൻഡ് ദ ബലൂൺ ലാൻഡഡ് വിത്ത് എ ബാങ്. ഭയങ്കര ഒരു ശബ്ദത്തോടു കൂടി ആ ബലൂൺ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ലാൻഡ് ചെയ്യുകയാണ്. ദി ബാസ്ക്കറ്റ് സ്ട്രൈക്ക് ദ എർത്ത്. ആ ബലൂണിൽ ഘടിപ്പിച്ചിരുന്ന ആ വുഡൻ ബാസ്ക്കറ്റ് എന്ത് ചെയ്തു, നിലത്ത് വന്നിങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. ദെൻ ഇറ്റ് ഫ്ലൈസ്. നമുക്കറിയാം വളരെ ഹൈറ്റിൽ നിന്നൊരു സാധനം ഇങ്ങനെ പെട്ടെന്ന് ലാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദെൻ ഇറ്റ് ഫ്ലൈസ് അപ്പ് അഗൈൻ. വീണ്ടും അത് പൊങ്ങി. വൺസ് മോർ ഇറ്റ് ഫാൾസ്. വീണ്ടും താന്നു. ആൻഡ് ബൗൺസ് അപ്വേർഡ്സ്. വീണ്ടും പൊങ്ങി. അറ്റ് ലാസ്റ്റ് സെറ്റിൽഡ് ഓൺ ദ ഗ്രൗണ്ട്. പെട്ടെന്ന് പിന്നെ അതെന്ത് ചെയ്തു, നിലത്ത് ഇങ്ങനെ സെറ്റിലായി. വൈൽ ദ ബലൂൺ. ആ സമയത്ത് ബലൂൺ എന്താണ്, സ്ട്രഗിൾസ് മാഡ്ലി ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്. അല്ലേ, മുറിവ് പറ്റിയ ഒരു വന്യമൃഗത്തെ പോലെ പെട്ടെന്ന് പിടഞ്ഞു ബലൂൺ. പെട്ടെന്ന് കാറ്റ് കഴിഞ്ഞ സമയത്ത് ബലൂൺ എന്ത് ചെയ്തു, ബലൂൺ സ്ട്രഗിൾസ് മാഡ്ലി ലൈക്ക് എ വൂണ്ടഡ് ബീസ്റ്റ്. ബട്ട് നോ ഡേഞ്ചർ, എവറിത്തിങ് വാസ് ക്ലിയർ. ഐ റാൻ ടു ദി ബലൂൺ. ഫാർമർ പറയാണ്, ഐ റാൻ ടു ദ ബലൂൺ ആൻഡ് ഹെൽപ്പ് ദ പാസഞ്ചേഴ്സ്. പെട്ടെന്ന് ഞാൻ അതിലുള്ള യാത്രക്കാരൊക്കെ എന്ത് ചെയ്തു, അവർക്ക് പുറത്തെടുക്കാൻ വേണ്ടി സഹായിച്ചു. ഗെറ്റ് ഔട്ട് ഫ്രം ദി ബാസ്ക്കറ്റ്. ദെൻ വി ഹെൽപ്പ് ദം ടു പാക്ക് അപ്പ് ദെയർ ബാഗേജ്. പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരോട് വില്ലേജിൽ നിന്ന് വന്നു. അവരെയൊക്കെ അവരുടെ ലഗേജൊക്കെ പാക്ക് ചെയ്യാൻ ഞങ്ങൾ കൂടിക്കൊടുത്തു. മെനി മോർ വില്ലേജേഴ്സ് കം ടു ദർ. വി ടുക്ക് ദം ടു ദ നിയറസ്റ്റ് സ്റ്റേഷൻ. തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഞങ്ങൾ അവരെ കൊണ്ടുപോയി. എന്തിനാണ്, ടു ബോർഡ് എ ട്രെയിൻ. അല്ലേ, അവരെ യാത്രക്ക് സഹായിക്കാൻ വേണ്ടി, അവരെ അടുത്ത ട്രെയിനിൽ തന്നെ കയറ്റി വിടാൻ വേണ്ടി ഞങ്ങൾ അവരെ സഹായിച്ചു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇനിയും നിങ്ങൾക്ക് ഇതിൽ 1 or 2 സെൻറ്റൻസ് കൊടുത്തിട്ട് മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, വീണ്ടും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു മിനിമം 4 to 5 മാർക്സ് കിട്ടുന്ന രൂപത്തിലുള്ള ഒരു സിമ്പിളായ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ടൈപ്പുള്ള ഒരു ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നത്, സപ്പോസ് യു ആർ എ പാസഞ്ചർ ഇൻ ലേഹോർല. അല്ലേ, നിങ്ങൾ ഒരു ലേഹോർലയിലൊരു പാസഞ്ചർ ആയിരുന്നു. നിങ്ങളൊരു ചാനൽ റിപ്പോർട്ടറുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നതായിട്ടൊക്കെ ചോദിക്കാം. അല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കത് അവതരിപ്പിക്കാൻ കഴിയണം. എങ്ങനെ ഉണ്ടാവുക, അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ച് എന്നുണ്ടാവുക. 4 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ 8 ഡയലോഗ് ഉണ്ടാകും മൊത്തം. 4 നിങ്ങൾ പറയുന്നത്, 4 റിപ്പോർട്ടർ ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ 5 + 5 ഡയലോഗ്സ്. റിപ്പോർട്ടറുടെ 5 ഡയലോഗും നിങ്ങളുടെ 5 ഡയലോഗും. അല്ലേ, ചിലപ്പോൾ ഈ റിപ്പോർട്ടർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ആൻസർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ചിലപ്പോൾ ആൻസർ നിങ്ങൾ പറയുന്ന ആൻസർ ക്വസ്റ്റ്യനിൽ തരും. റിപ്പോർട്ടർ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതേണ്ടി വരും. ഇങ്ങനെയൊക്കെ പല ടൈപ്സിലുള്ള ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. അല്ലേ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജസ്റ്റ് മോഡലായിട്ട് നിങ്ങൾക്ക് എന്താ പറയാം, ഓക്കെ ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങൾ ഗുഡ് ഈവനിങ് എന്ന് പറയും. അല്ലേ, ദെൻ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കും. അല്ലേ, ഓക്കെ ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ എന്നൊക്കെ പറയാം. പിന്നെയോ, ഈസ് ഇറ്റ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇത് നിങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ്. ഈസ് ഇറ്റ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അല്ലേ, ഇത് നിങ്ങളുടെ ആദ്യത്തെ അനുഭവമാണോ എന്നൊക്കെ ചോദിക്കും. അല്ലേ, പിന്നെ ചോദിക്കും വാട്ട്സ് യുവർ റിമാർക്സ് അബൌട്ട് ദ ക്യാപ്റ്റൻ ജോവിസ്. അല്ലേ, ക്യാപ്റ്റൻ ജോവിസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അല്ലേ, ഓക്കെ ഈസ് വെരി
intelligent and he has all the qualities of a good captain. It's very courage and gallant എന്നൊക്കെ അവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഡയലോഗ് ഇങ്ങനെ ഫില്ല് ചെയ്യാം നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യമായിട്ട് നിങ്ങളിവിടെ കാണണം. ചിലപ്പോൾ ക്യാപ്റ്റൻ ജോവിസുമായിട്ട് റിപ്പോർട്ടർ ഇൻ്റർവ്യൂ നടത്തുന്നതായിട്ടൊക്കെ വരും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആ ടൈമിൽ, അപ്പോൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.